അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടാണ് സംസാരിക്കുന്നത്. അൽഹംദുലില്ലാ നമുക്ക് വളരെ വലിയ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഓഡിയോയിൽ വന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് അപേക്ഷിച്ച് വെയിറ്റിംഗ് ലിസ്റ്റിലായി അവസാനം സീറ്റ് കിട്ടാത്ത 2116 പേര് ഉണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റിൽ കഴിഞ്ഞ തവണ ആവുകയും അവസാനം അവർക്ക് സീറ്റ് ലഭിക്കാതിരിക്കുകയും ചെയ്തതാണ്. ആ വെയിറ്റിംഗ് ലിസ്റ്റിലായ 2116 ഹാജിമാർ ഇത്തവണ അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേക പരിഗണനയും മുൻഗണനയും നൽകണമെന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിലെ ഹജ്ജ് കാര്യങ്ങളുടെ ചുമതലയുള്ള അബ്ദുറഹ്മാൻ മിനിസ്റ്റർ അവർകൾ പ്രത്യേകം തന്നെ അപേക്ഷിച്ചിരുന്നു. അൽഹംദുലില്ലാ അത് സാധ്യമായിരിക്കുന്നു എന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. ആകയാൽ കഴിഞ്ഞ വർഷം കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിൽ അപേക്ഷ നൽകുകയും അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ പെടുകയും ചെയ്ത, പോകാൻ സാധിക്കാത്ത അഥവാ അന്ന് വെയിറ്റിംഗ് ലിസ്റ്റിലായി പോകാൻ പറ്റാത്ത 2116 പേർ, വെയിറ്റിംഗ് ലിസ്റ്റിൽ കിട്ടിയിട്ട് പോകാത്തവരെ പറ്റിയല്ല പറയുന്നത്, ആ 2116 പേർ ഇത്തവണ അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് മുൻഗണന നൽകുന്നതാണ് എന്ന കാര്യം ബന്ധപ്പെട്ടവർക്ക് അറിയിപ്പായി നൽകണം എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം, നമ്മുടെ ഹജ്ജ് അപേക്ഷകൾ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കലായി പല ഇഷ്യൂസും ഉണ്ടായിരുന്നു. അവ പരിഹരിക്കണം എന്നും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവർകളും നമ്മുടെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടിരുന്നു. അൽഹംദുലില്ലാ അത്തരം ടെക്നിക്കൽ പ്രോബ്ലങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടവർ ചെയ്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയും എല്ലാവരെയും അറിയിക്കുകയാണ്. 2026 ഹജ്ജ് അല്ലാഹു തആല വളരെ സന്തോഷത്തിലും സുഖമായി പൂർത്തിയാക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.